ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങൾ അബുദാബിക്ക് പോവാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, ആക്ച്വലി പിറന്നാളാണ്. അപ്പോൾ അതിന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അബുദാബിയിൽ ഇപ്പോൾ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ പോവാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം. ഞങ്ങളൊരു 4:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കണേ. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്താലേ അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു 7 o'clock ടൈമിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കുറച്ച് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ബർത്ത്ഡേ ആയിട്ടൊന്നും പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് ഒന്നുമില്ല. പാലട പായസം ഉണ്ടാക്കി ആൾക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 4:30 ഇറങ്ങി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് 7 മണിക്ക് എത്തണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് മാറിപ്പോയതാണ് പറഞ്ഞപ്പോൾ. അത് 6 മണിക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ കാറിൽ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിലൊന്നും നിർത്തി, വേറെ എവിടെയും അങ്ങനെ നിർത്തിയിട്ടില്ല. ഇത് അബുദാബി ബോർഡറിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ ടൈം കാറിലിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങളൊരു കൃത്യം 6 മണിക്ക് എത്തി. 4:30 പോയിട്ട് കൃത്യം 5:45-6 മണിയായപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഹിന്ദു ക്ഷേത്രം അബുദാബിയിൽ. അപ്പോൾ അവിടെ എത്തി പാർക്കിങ്ങിലേക്ക് പോവാണ്. അങ്ങനെ കുറേ പാർക്കിംഗ് ഉണ്ട്, നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. എത്ര കാറുകൾ വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തു. കുറച്ച് തിരക്കുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആൾ മുമ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനേക്കാളും കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് അതിന് ഫ്രണ്ടിൽ അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തുമ്പോഴാണ് ഈ ഏരിയ. അവിടെ വെള്ളം കുടിക്കാം. അതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ മണി അടിക്കണ സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അവിടെ ഒരു റെസ്റ്റ് റൂമും എല്ലാ ഇതുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെ അവിടെ വെക്കാൻ പറ്റും. അങ്ങനെ ഷൂ ഒക്കെ വെച്ച് ഞങ്ങൾ അകത്തേക്ക് സ്റ്റെപ്പ് കയറി. മുകളിലാണ് അമ്പലം. അമ്പലത്തിനകത്തേക്ക് നമുക്കറിയാമല്ലോ പ്രാർത്ഥിക്കാൻ കയറാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. അകത്തൊക്കെ നല്ലൊരു ഇതാണ്, നല്ല പോസിറ്റീവ് ആയിട്ട് വൈബ്സാണ് അവിടെ കാണുന്നത്. പിന്നെ നല്ല കുറേ ആർട്ട് വർക്ക്സൊക്കെ കാണാനുണ്ട്, കൊത്തുപണികളൊക്കെയുള്ള നല്ലൊരു അമ്പലമാണ് കേട്ടോ. നല്ല വലിയ അമ്പലമാണ്. അപ്പോൾ ഇനിയും പണികൾ നടക്കുന്നുണ്ട് അവിടെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ മൊത്തം ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ദർശനം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. പിന്നെന്താ, ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫുഡ് കോർട്ട് കണ്ടിട്ടോ. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം അകത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ കുറേ നമ്മുടെ പ്രസാദം ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും, സ്വീറ്റ്സൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഐസ്ക്രീംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ എല്ലാ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉടനെ എന്തെങ്കിലും ഒന്ന് സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് അമ്പലവും പരിസരവും. ഈ ഫുഡ് കോർട്ടായാലും എല്ലാം നല്ല രസമാണ്. അപ്പോൾ ഞാനൊരു ചാട്ട് പറഞ്ഞു. ഇത് രാജ് കച്ചൂരി അങ്ങനെ എന്തോണോ അതിൻ്റെ പേര്. അതിങ്ങനെ പൂരിയുടെ ഉള്ളിൽ കറിയും പിന്നെന്താ തൈരൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കണ വീഡിയോ ആണ് കേട്ടോ അത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമാണ് ഉണ്ടാക്കണ കാണാൻ തന്നെ. കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ഡിഷാണ്. ഈ കേട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. നമുക്കൊരു റിഫ്രഷിങ് ടേസ്റ്റാണ് ഈ സംഭവത്തിനുള്ളത്. പിന്നെ മധുരമുള്ള ചട്നിയും പിന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്നിയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. പാനിപ്പൂരി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പാനിപ്പൂരി വാങ്ങിച്ചില്ല. പാനിപ്പൂരി പിന്നെ ഏകദേശം കഴിക്കാമെന്നല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ചേട്ടൻ സമൂസ ചാട്ടാണ് കഴിക്കാൻ കേട്ടോ. ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കഴിച്ചു.
പിന്നെ അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പ്രസാദം വാങ്ങിച്ചു, കാജു കട്ട്ലി വാങ്ങിച്ചു. അത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ള പ്രസാദം കേട്ടോ. അത് വാങ്ങിക്കാം. റീസണബിൾ പ്രൈസ് ആയിരുന്നു. പിന്നെ കാജു കട്ട്ലിക്ക്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ അവിടുത്തെ വ്യൂവും കണ്ടു. കുറച്ച് നേരം ഒരു 7 മണി ആവാറായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വന്ന്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ പ്രസാദം കിച്ചടി എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പരിപ്പും അതിൽ റൈസൊക്കെ ഇട്ടിട്ട് കുറേ വെജിറ്റബിൾസ് കിട്ടുള്ള സാധനമാണ് അതിൽ പ്രസാദം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് നടന്നു. ബുക്കൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാനൊക്കെ പറ്റി. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോരുന്ന വഴിക്ക് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് നല്ല വലിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് കുറച്ച് നേരം പോയി കാണാമെന്ന് ചോദിച്ചു. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. നമ്മൾ ഈ അമ്പലത്തേക്ക് പോണ വഴിയിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എൻ്റർ ചെയ്തു. നല്ല ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഉള്ളൊരു പ്ലേസാണ്. വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ ചൂടായതുകൊണ്ട് നമുക്ക് രാത്രി ആയാലും ഭയങ്കര ചൂട് തന്നെയാണ്. അത് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നിറച്ച് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഈ ഊഞ്ഞാലും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ കയറി, എനിക്ക് പേടിയാണ് ഹൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ, അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങളതൊക്കെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ഇത് തന്നെ നിന്നാൽ ഇത് കാണാൻ പറ്റും, അകലേന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നിൽക്കായിരുന്നു. ആണ് പാർക്കിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ട്, 20 ദിർഹംസ് പെർ പേഴ്സൺ. അപ്പോൾ നമുക്കത് റിഡീം ചെയ്യാൻ പറ്റും. അകത്തുള്ള ഏത് റെസ്റ്റോറൻറ്റ്സിൽ ചെന്നാലും നമുക്കത് ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. കുറേ നടക്കാനുണ്ട് പാർക്കിൻ്റെ ഉള്ളിൽ. ലീഗോലാൻഡ്, ഫ്രഞ്ച് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കാണാം. പിന്നെ ഒരു ബ്രിഡ്ജ് പോലെയുണ്ട്, അതൊക്കെ നല്ല ലൈറ്റപ്പ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ അങ്ങോട്ട് സ്ഥലങ്ങളിലേക്ക് നടന്നു. നല്ലൊരു യൂറോപ്യൻ സ്റ്റൈൽ ആയിട്ട് പണിത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് കുറേ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാമായിരുന്നു. ഒരു ചെറിയ ഒരു റിവർ പോലെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ബ്രിഡ്ജും അത് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും. പിന്നെ ഇത് കണ്ടാൽ ജസ്റ്റ് ഒരു നല്ല ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിലൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്സും എല്ലാം നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കറങ്ങി നടന്ന് കണ്ടു. ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ട്, പിന്നെ ഫുഡ് ജോയിൻറ്റ്സ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി പോവാണ്. കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റേ കേസാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് കയറി ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാം. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം നമുക്ക് അവിടേക്കൊന്ന് ഫോട്ടോസ് എടുക്കാം, ജസ്റ്റ് ഒന്ന് കാണാം. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു കാറ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങളവിടെ മുകളിലെത്തി. അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. അവിടെ എല്ലാം മുകളിൽ നിന്ന് കാണാനായിട്ട് തന്നെ നല്ല രസമാണ്. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടേക്ക് തന്നെ പോരാണ്, താഴേക്ക് തന്നെ. പിന്നെ ഇത് ഒരു വാസ്റ്റ് ഏരിയയാണ്, കുറേ സ്ഥലമുണ്ട്. നമുക്കത് ഫുള്ള് നടന്ന് കാണാനൊന്നും പറ്റില്ല. പിന്നെ ഒരു 9 o'clock മുമ്പ് നമുക്ക് ഇവിടുന്ന് റെസ്റ്റോറൻറ്റ്സിന് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റിനുള്ള ആ ക്യാഷ് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഫുൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ അങ്ങോട്ട് ചുറ്റിക്കാണാനൊന്നും നിന്നില്ല. നമുക്ക് കുറേ അധികം പ്ലേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന റിസോർട്ട്. ഈ പാർക്സ് ആൻഡ് റിസോർട്ട്സ് ഉള്ളത്. അപ്പോൾ റിസോർട്ട്സിലാണ് ആൾക്കാർ താമസിക്കാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, അതിനെയാണ് ലെഗോലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ലേസർ ഷോ ആണ് ഈ കാണുന്നത്. ലേസർ ഷോ കുറച്ച് നേരം കണ്ടു. അപ്പോൾ ഇങ്ങനെ
നല്ല ഫൗണ്ടനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര സൗണ്ട് എഫക്ട്സൊക്കെ ആയിട്ട് ഒരു ഷോ ആയിരുന്നു. അത് പെട്ടെന്ന് നമുക്കറിയില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളിത് കണ്ടു. നമ്മളിത് വിചാരിച്ചു പോയിരുന്നല്ല. പിന്നെ അവിടെ കുറേ വാട്ടർ ഫൈറ്റ് അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിട്ട്. പക്ഷേ നമ്മളതിൽ ഓരോ ദിവസങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മൾ ചെന്നത് ഫ്രൈഡേ ആണ്. അന്ന് പ്രത്യേകിച്ച് ഈ ലേസർ ഷോ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളതിൽ കയറിയില്ല, അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മാത്രം ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ആനിമൽസിൻ്റെ ഓരോ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ആനിമൽസിൻ്റെ ലേസേഴ്സുമായിട്ട് വരണതും സൗണ്ട് അവരുടെ ഒരു ഡൈനോസേഴ്സിൻ്റെ സൗണ്ടൊക്കെയാണ് വരണത്. അപ്പോൾ അത് കണ്ടിരുന്നു. അപ്പം ഞാൻ അധികം വീഡിയോ കാണിച്ച് ഈ ലേസർ ഷോ തന്നെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇത് നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ ഈ വീഡിയോയിൽ അത്ര ഭംഗി കിട്ടണില്ല. നേരിട്ട് കാണുമ്പോഴാണ് ഏറ്റവും ഭംഗി. സൗണ്ടും കൂടെ എഫക്റ്റും കൂടി വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഒരു ക്യാമൽ നിൽക്കുന്നതും അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ ക്യാഷ് ഉണ്ടല്ലോ, അത് റെഡീം ചെയ്യും ആ റെസ്റ്റോറൻറ്റിൽ ബില്ല് പേ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ബാങ്കിൽ പോയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.